ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം, അവരെന്തെങ്കിലുമൊക്കെ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളതാണ്. സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. മെസ്സേജ് അയയ്ക്കുക. റീഡിങ്ങിലേക്ക് പോകാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കുള്ള ഗൈഡൻസും നോക്കുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ആ പേഴ്സൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ നെയിം റിപ്പീറ്റ്ലി മനസ്സിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, 3 ഓഫ് സോർട്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. 9 ഓഫ് കപ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് കപ്സ് ആണ്. സ്റ്റാർ കാർഡ് റിവേഴ്സ്ഡ് ആണ്. ഇവിടെ ബോട്ടം ഓഫ് ദ ഡക്ക് വന്നിട്ടുള്ളത് ഹൈ പ്രീസ്റ്റസ് ആണ് കേട്ടോ. അപ്പം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണോ നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഇവിടെ എക്സാക്ട്ലി ഒരു ആൻസർ ഉണ്ട്. ഇവിടെ ഇതൊരു ഹോപ്പിൻ്റെ കാർഡാണ്. പക്ഷേങ്കിൽ ഈ ഒരു സ്റ്റാർ കാർഡ് റിവേഴ്സ്ഡ് ആണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് അവർക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് നിന്ന് അവരൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഓക്കെ, അവരങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഉദ്ദേശിക്കാതെ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ പറഞ്ഞതാണ്. കാരണം ഇതൊരു ക്യൂരിയോസിറ്റിയുടെ കാർഡാണ്. പേജ് ഓഫ് കപ്സ് എന്ന കാർഡ് നമുക്ക് ഒരാളടുത്ത് തോന്നുന്ന ഒരു അട്രാക്ഷൻ, അഡിക്ഷൻ്റെ കാർഡാണിത്. അപ്പം ചിലപ്പം നിങ്ങളുടെ സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു രീതി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഗൈഡൻസ്, അതായത് നിങ്ങൾ കൊടുക്കുന്ന നല്ല നല്ല കാര്യങ്ങളായിരിക്കാം. എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളിൽ അവർ അഡിക്റ്റഡ് ആണ്. മേ ബി നിങ്ങൾ സ്നേഹത്തിലേക്ക് വരുന്നതിന് മുൻപേ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കാം. ഓക്കെ, ഒരു ഫ്രണ്ടായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നും തുടങ്ങിയതായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ്. അപ്പം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നും ഒരു റിലേഷൻഷിപ്പിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തോന്നിയിട്ടുള്ള ആ ഒരു ഇഷ്ടം കൂടി ഒരു അഡിക്ഷനിലേക്ക് വരുമ്പോഴാണ്, അതിൽ ഉറച്ചു പോകുമ്പോഴാണ് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ബന്ധത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. സോ ആ ഒരു അഡിക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ആ ഒരു ക്യൂരിയോസിറ്റി, ആ വന്നിട്ടുള്ള ആ ഒരു, ഇപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുക, ഒരു ഓപ്പൺ മൈൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ കൊടുക്കുന്ന കെയറുകൾ വേറൊരാളടുത്ത് നിന്നും, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഓൾറെഡി ഉണ്ടെങ്കിൽ പോലും അവരടുത്ത് നിന്ന് കിട്ടാത്ത പല കാര്യങ്ങളും ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ കിട്ടുമ്പോൾ, നിങ്ങളിൽ നിന്ന് കിട്ടുമ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു ക്യൂരിയോസിറ്റിയാണ്. ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ എത്രത്തോളം നോക്കും, അതായത് വേറെ എവിടെ നിന്നും കിട്ടാത്ത സ്നേഹം കിട്ടുന്ന ഒരു ഫീലാണ്. സോ അങ്ങനെ തന്നെയാണ് ഇവിടെ കാണുന്നത്. ആ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു അവർക്ക്. എങ്ങനെയായിരിക്കും ഈ ഒരു പേഴ്സൻ്റെ കൂടെ റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇതൊരു വേൾഡ് പോലെ കരുതിയാണ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ടായി എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ഈ റിലേഷൻഷിപ്പ് കാരണം പലരും ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് പോയതായിട്ട് ഇവിടെ കാണിക്കുന്നു. ഓക്കെ, സ്പിരിച്വാലിറ്റിയിലേക്ക് എന്ന് പറയുമ്പം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒരു സെൽഫ് ലവ് എന്ന പാത്തിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം മൂവ് ചെയ്തതായിട്ട്, സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് അറിയില്ലായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു സെൽഫ് ലവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലായിരുന്നിരിക്കാം. നിങ്ങളെക്കാൾ പ്രിയോറിറ്റി എപ്പോഴും മറ്റാളുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ ഒരു ബന്ധം കാരണം എല്ലാം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ നല്ലൊരു പോസിറ്റീവ് ചേഞ്ചിന് ഈ പേഴ്സൺ കാരണമായിട്ടുണ്ട്. ആൻഡ് അതേപോലെ ഈ പേഴ്സൻ്റെ ലൈഫിലും എന്തൊക്കെയോ ചേഞ്ചിന് നിങ്ങളും കാരണമായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഫസ്റ്റ് വന്ന കാർഡ് 3 ഓഫ് സോർട്സ് എന്ന കാർഡാണ്. സോ ഈ ഒരു കാർഡ് പറയുന്നത് ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജിലാണ് രണ്ടുപേരും. മേ ബി അത് തേർഡ് പാർട്ടി ഇഷ്യൂ കൊണ്ടായിരിക്കാം, കാരണം ഇതൊരു തേർഡ് പാർട്ടി കാർഡാണ്. സോ തേർഡ് പാർട്ടി ഇഷ്യൂ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻസ് കൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റഡ് ആകേണ്ടി വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരാൾ ഇതിൽ മൗനം പാലിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇപ്പം എന്തായാലും നിങ്ങളൊരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജ് പോലെ കാണുന്നുണ്ട്. ഇതിൽ ഒരാൾ ഇതിൽ നിന്നും മാറിയിട്ടും ഉണ്ടാകാം. കാരണം സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നു എന്ന് പറയുമ്പം എന്തൊക്കെയോ പാഠങ്ങൾ പഠിച്ച് സ്വയം മനസ്സിലാക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ എനർജി ആയിരിക്കും.
ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ ശരിക്കും അവരൊരു ഉദ്ദേശം വെച്ചിട്ടാണോ നിങ്ങളിലേക്ക് വന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഒരിക്കലും അല്ല. 100% പറയാൻ പറ്റും, ഒരിക്കലും അല്ല. കാരണം അവർ നിങ്ങളെ ചതിക്കണം എന്ന് അവർ വിചാരിച്ചിട്ടില്ല. അതുപോലെ നിങ്ങളിൽ നിന്ന് ഒരുപാട് പണങ്ങൾ തട്ടണം അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കണം എന്ന് അവർ വിചാരിച്ചിട്ടില്ല. സ്നേഹം കണ്ടു, അതിൽ ഒരു ക്യൂരിയോസിറ്റി ആയി അവർക്ക് ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നി. ഇപ്പം ആ മൈൻഡിൽ തന്നെയാണ് അവർ വന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് അവർ ആലോചിച്ചിട്ടില്ല. ഇപ്പം അവർക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ, ഓൾറെഡി ഉണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ക്യൂരിയോസിറ്റിയിലേക്ക് വന്ന സമയത്ത് അവർ ബേക്കിലുള്ള ഒരു പാസ്റ്റിനെ അവർ ചിന്തിച്ചില്ല. ആൻഡ് അതുപോലെ അവർ ഫ്യൂച്ചറും ചിന്തിച്ചില്ല. പ്രസൻറ്റ് എന്താണോ അതിലൂടെ അവർ മൂവ് ചെയ്ത് വന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും മൗനം പാലിക്കുക അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇഷ്യൂയിലേക്ക് തന്നെ തിരിച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് റിയാലിറ്റിയിലേക്ക് അവർ വരുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മളുടെ ഒരു ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ ആ പേഴ്സണ് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. സ്നേഹം മാത്രമാണ് അവർ കണ്ടിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ബട്ട് എവിടേക്കോ എപ്പോഴേക്കോ ആയപ്പോൾ റിയാലിറ്റിയിലേക്ക് പോകേണ്ടി വന്നു, പ്രാക്ടിക്കൽ ആകേണ്ടി വന്നു എന്നുള്ളത് മാത്രം. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് നോക്കുന്നത്. എൻ്റെ വ്യൂവേഴ്സിനുള്ള ഗൈഡൻസ്. ഫുൾ കാർഡാണ്. നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രീഡത്തിൽ ഇപ്പം നിങ്ങളൊരു ഫ്രീ ആയി നിൽക്കുന്ന ഒരു ആളായിരിക്കും. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഹാർട്ട് ബ്രോക്കണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണ്, അല്ലെങ്കിൽ ഒരു സെൽഫ് ലവ് നിങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയോറിറ്റി നിങ്ങൾക്ക് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ എന്താണ് എന്നൊക്കെയുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ പറന്ന് നടക്കുക, ആ ഒരു ഫ്രീഡം നിങ്ങൾ യൂസ് ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഭയങ്കര ടോക്സിക് ആയിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ആ പേഴ്സൺ കാരണം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ളൊരു ആളാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ബ്രേക്കപ്പ് ആണ് അല്ലെങ്കിൽ ആ പേഴ്സൺ തന്നെ നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയൊരു വ്യക്തിയാണെങ്കിൽ, അങ്ങനെയാണെന്നല്ല പറയുന്നത്, ഇത് റെസണേറ്റ് ആവുന്നതിന് മാത്രമേ എടുക്കാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങൾക്കിപ്പം നിങ്ങൾ ഫ്രീ ആണ്. സോ അതിൽ ഹാപ്പി ആയിട്ട് പറക്കാനാണ് പറയുന്നത്. ഓക്കെ, 10 ഓഫ് സോർട്സ് ആണ്. ഇതൊരു പെയിൻഫുൾ എൻഡിങ്ങിൻ്റെ കാർഡാണ്. ഇത് എൻഡായി. ഓക്കെ, ഇത് ഫിനിഷാണ്. സോ നിങ്ങൾ എന്താക്കുക, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഇത് എൻഡാണ്. പെയിൻഫുൾ എൻഡിങ് എന്ന് പറയുമ്പം അതൊരു ടെമ്പററി സിറ്റുവേഷനാണ്. അത് അവരുടെ സിറ്റുവേഷൻസ് കൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അവർക്കും പെയിനാണ്, നിങ്ങൾക്കും പെയിനാണ്. നിങ്ങളൊരു ബ്രേക്കപ്പിലൊക്കെ നിൽക്കുകയാണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൊരു കോംപ്ലിക്കേറ്റഡ് ആയി നിൽക്കുന്ന സ്റ്റേജ് ആണെങ്കിലാണ് പറയുന്നത്. സോ സിറ്റുവേഷൻ വെറും ടെമ്പററി ആണ്. അപ്പം നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇത് ഫിനിഷാണ്, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അത് റെസിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് സ്ട്രെങ്ത് കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ ഇവിടെ പരീക്ഷിക്കുകയാണ് യൂണിവേഴ്സ്. ഞാൻ പറഞ്ഞു സ്പിരിച്വാലിറ്റിയിലേക്ക് പോയിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ കാണുന്നുണ്ട്. സോ ഈ റിലേഷൻഷിപ്പ് കാരണമാണ് നിങ്ങൾ ആ സ്പിരിച്വാലിറ്റിയിലേക്ക് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ യൂണിവേഴ്സ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്പിരിച്വാലിറ്റിയിലൂടെ പോകുന്ന ഏതൊരു വ്യക്തിക്കും പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടാകും. സോ നിങ്ങൾ ദൈവവിശ്വാസത്തിലേക്ക് പോയി എന്നല്ല ഈ ഒരു സ്പിരിച്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാം ഉണ്ട്, പക്ഷെ നമ്മളെ തന്നെ സ്നേഹിക്കുന്ന ആ ഒരു മൊമെൻറ്റ്, അതാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത്, നിങ്ങളുടെ ഫോക്കസ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് എത്രത്തോളം പവർ യൂസ് ചെയ്ത് റെസിസ്റ്റ് ചെയ്യും, നിങ്ങൾ എത്ര പവർ ഒരു സ്ട്രെങ്ത് ഉള്ള ഒരാളാണെന്നൊക്കെ ഉള്ളത് വളരെയധികം യൂണിവേഴ്സ് പരീക്ഷിക്കുന്നുണ്ട്. മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ടെമ്പററി സിറ്റുവേഷൻസ് ആയിരിക്കാം. നിങ്ങൾ കരഞ്ഞ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം നിങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഉള്ളത് ഗോഡിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും കാലചക്രം തിരിയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മളതിനെ ഇത് ഇങ്ങനെ സംഭവിക്കാനുള്ളതാണ് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതാണ് പരീക്ഷണം എന്ന് പറയുന്നത്. ആൻഡ് അഗെയിൻ ജഡ്ജ്മെൻ്റ് ആണ് അവിടെ വന്നിട്ടുള്ളത്. ഇതും സെയിം കാർഡ് തന്നെയാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കുള്ള എല്ലാ ഫലങ്ങളും, അതായത് ഒരു കർമ്മേനെ കാണിക്കുകയാണ്. മേ ബി നിങ്ങളുടെ കർമ്മ സൈക്കിൾ ഇവിടെ അവസാനിച്ചതായിരിക്കാം. നിങ്ങളുടെ കാർമികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്റ്റേജ് എൻഡായിട്ടുണ്ടാകാം. ശേഷമായിരിക്കാം നിങ്ങൾ ഈ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് പോലും വന്നിട്ടുണ്ടാവുക. കാരണം നമ്മൾ ഒരുപാട് ലെസൺസ് എടുക്കുമ്പോഴാണല്ലോ നമ്മളൊരു
നമ്മളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുക. സോ നിങ്ങൾ കർമ്മയിലൂടെ കടന്നു വന്നിട്ടുണ്ടാകാം. നിങ്ങൾ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കുള്ളൊരു പ്രതിഫലമായിരിക്കാം. അപ്പം മനസ്സിലാക്കുക, ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആണ് കാണിക്കുന്നത്. സോ കഴിഞ്ഞത് കഴിഞ്ഞു, അതിനങ്ങനെ തന്നെ വെക്കുക. ഓക്കെ, എൻ്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. അതായത് ലൈഫിനെ സിമ്പിളായിട്ട് എടുക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. യൂണിവേഴ്സ് ഗൈഡൻസ് ആണ്, അതങ്ങനെ തന്നെ എടുക്കുക. സോ നിങ്ങൾക്കുള്ള റീഡിങ് ഇതാണ്. ഇനിയിപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്കത് പറയാം എന്നൊക്കെ തോന്നുന്നു, അതായത് എനിക്ക് മറക്കാൻ പറ്റില്ല, നിങ്ങൾക്കിത് സിമ്പിളായിട്ട് പറയാം എന്നൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ അതിനെ എങ്ങനെ സ്ലോ ആയിട്ട് അതിൽ നിന്ന് മൂവ് ചെയ്ത് അല്ലെങ്കിൽ സ്ലോ ആയിട്ട് മൂവ് ഓൺ ചെയ്ത് വരാം എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഒരാൾക്കും ഭയങ്കരമായിട്ട് അഡിക്റ്റായി നിൽക്കുന്ന റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആകുമ്പോൾ പുറത്തിറങ്ങി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തി ആലോചിച്ച്, ഇന്നലത്തെ ഗൈഡൻസ് അതായിരുന്നു, നല്ല രീതിക്ക് തിങ്ക് ചെയ്ത് ഡിസിഷൻസ് എടുക്കുക. ഓക്കെ, അല്ലാതെ നമ്മളെ പോയ ഒരു സംഭവത്തിനെ നമുക്കവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അത് വരുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം അതിന് ജസ്റ്റ് ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ് ഇതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.